പ്രിയപ്പെട്ടവരെ, 2019 നമ്മൾ വചനസന്ധ്യയ്ക്കായിട്ട് ഇവിടെ ഒത്തുകൂടിയത്. അതിനു മുമ്പ് കുറേ പ്രാവശ്യം ഇതിനെക്കുറിച്ച് പ്രാരംഭ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ ഇതിനൊരു പേരുണ്ടാവണമെന്ന് സ്വാഭാവികമായിട്ടും പേരിടാനുള്ള അവകാശം മെത്രാനുള്ളതാണ്. മെത്രാൻ ഈ ബൈബിൾ ഭാഗമെല്ലാം കാര്യമായിട്ട് വായിച്ചതിന് ശേഷം ഒരു പേരും കണ്ടെത്തി. എന്നാൽ ഈ കാര്യം മെത്രാൻ്റെ കാലശേഷവും മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് മറ്റു പേരുകൾ നിർദ്ദേശിക്കാനായിട്ട് യോഗത്തിൽ അത് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ധാരാളം പേരുകൾ ഉണ്ടായി. ഞാൻ എല്ലാവരുടെയും മുഖങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഏത് പേര് വരുമ്പോഴാണ് ഒരു അനുകൂല ഭാവം തലയാട്ടൽ കൊണ്ടോ ആ ഇരിപ്പ് കൊണ്ടോ ഒക്കെ ഉണ്ടാവുക എന്ന്. വചനസന്ധ്യ എന്ന പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ജോൺസൺ ചിറമേലച്ചനാണ് ആ പേര് പറഞ്ഞത്. ഏറെ പേരുടെ മുഖങ്ങളിൽ ഒരനുകൂല ഭാവം കണ്ടു. അതങ്ങ് സ്വീകരിച്ചു. അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ കണ്ടുപിടിച്ചിരുന്ന ഒരു പേര് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നത് തന്നെയാണ്. എങ്കിലും ആ പേര് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു, ഓർമ്മയിലേക്ക് വെച്ചില്ല. അല്ലെങ്കിൽ ഏതു നേരവും ഞാൻ ഓർക്കും ആ പേരായിരുന്നു നല്ലത് എന്ന്. ഈ കാര്യം ആരംഭം മുതലേ കൂടെ പ്രവർത്തിച്ചിരുന്ന ഗ്രിംബാൾഡ് പറഞ്ഞപ്പോൾ വളരെ മനോഹരമായ വരികൾ അദ്ദേഹം വചനസന്ധ്യയ്ക്ക് വേണ്ടി എഴുതി. ഭംഗിയായിട്ട് അതിന് സംഗീതവും ഗ്രിംബാൾഡ് നൽകി. അതിമനോഹരമായിട്ട് അദ്ദേഹം തന്നെ അത് പാടി. അതാണ് നമ്മുടെ വിളംബര ഗാനമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അത് അങ്ങ് തുടരട്ടെ എന്നാണ് പ്രാർത്ഥന. ഇപ്പോഴിത് ഓർമ്മിപ്പിക്കാൻ കാരണം, നമുക്ക് ഓർമ്മകളുണ്ടാവണം. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക എന്നതാണ്. ഓർമ്മിക്കുക എന്നത് ഓർത്തു പറയുന്നതിൻ്റെയും കൂടി ഭാഗമാണ്. ഓർമ്മിക്കുന്നത് ഓർത്തു പറയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ വായിക്കുകയായിരുന്നു. എത്ര കൃത്യമായിട്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം ഓർത്തു വയ്ക്കുന്നതും എടുത്തെഴുതുന്നതും. അദ്ദേഹം സെമിനാരിയിലായിരുന്നപ്പോൾ സെമിനാരിക്കാർക്ക് എല്ലാവർക്കും പനി വന്നു. പതിവാണല്ലോ, ഒരാളുടെ പനി പെട്ടെന്ന് മറ്റയാളെ ഏറ്റെടുക്കും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ
പനി മാറുന്നില്ല. മാത്രമല്ല വലിയ ശ്വാസം മുട്ടലും. ഇതോർക്കാൻ കാരണം അദ്ദേഹം ആ വലിയ ശ്വാസം മുട്ടലുമായിട്ട് ആശുപത്രിയിലാണ്. ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനവുമുണ്ടായി. കാര്യം സീരിയസ് ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കണം. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അക്കാലത്ത് എന്തസുഖം വന്നാലും കൊടുക്കുന്ന മരുന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ വയറിളക്കാനൊരു മരുന്ന്, എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അയോഡിൻ, പിന്നെ പനി പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആസ്പിരിൻ. ഇത് കൊടുത്തിട്ടൊന്നും മുന്നോട്ടൊരു പോക്കുമില്ല. അദ്ദേഹത്തെ പരിചരിച്ചിരുന്ന ഒരു സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കയറുന്നുണ്ട്, അതാവുമെന്ന്. ഡോക്ടർ പരിശോധിച്ചു. ശ്വാസം മുട്ടലിന് കാരണം ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്, ശ്വാസകോശം ചുരുങ്ങിയും വരികയാണ്. അദ്ദേഹം മരുന്ന് കൊടുത്തു. ഡോക്ടർ പോയപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഇതിൻ്റെ ഇരട്ടി ഡോസ് അങ്ങ് കൊടുത്തേര് എന്ന്. അത് ക്രമേണ ഫലിച്ചു. എങ്കിലും ആ ലങ്സിൻ്റെ കാര്യം തുടർന്നു. പലവട്ടം ആ ശ്വാസകോശത്തിൽ ഓപ്പറേഷൻ അദ്ദേഹം വിധേയനായി. കിഡ്നിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത്രയിടം എൻ്റെ വായന എത്തിയില്ല. ഇത് കൃത്യമായിട്ടും ശ്വാസകോശത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾക്ക് ഓർമ്മകൾ നല്ലതാണ്. യുവാക്കന്മാരുടെ ദിനമാണിന്ന്. ഏതായാലും എന്നെ തന്നെ അതിന് നിയോഗിച്ചത് എന്ത് രീതിയിലാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, വൃദ്ധൻ എന്ന് പറയുന്നത്, ഞാൻ ആ വിഭാഗത്തിലാണ് നിങ്ങളെന്നെ പെടുത്തിയിരിക്കുന്നത്. വർദ്ധിതമായ വർഷങ്ങൾ ഉള്ള ഒരാൾ ആ വർദ്ധിത വയസ്സിനെയാണ് ഈ വയസ്സിനും കിളവനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. യുവാക്കൾക്ക് കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും അധികം കാലം ജീവിതം മുന്നിലുള്ളത് യുവാക്കന്മാർക്കാണ്. അത് ഏത് രീതിയിൽ ജീവിക്കണമെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടു. ജ്ഞാനത്തിലും പിന്നെ മനുഷ്യപ്രീതി എന്ന പോലെ ദൈവപ്രീതിയിലും വെറുതെ അങ്ങ് ജീവിച്ചാൽ പോരാ. അതിനുള്ള കാര്യങ്ങളുണ്ടാവണം. ജൂബിലി വർഷമാണിത്. 2025 ജൂബിലിയുടെ അടിസ്ഥാന ചിന്തയായിട്ട്, ആപ്തവാക്യമായിട്ട് അവശ്യം നടക്കേണ്ട പരിചിന്തനങ്ങളുടെയും തുടർന്ന് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട പ്രവർത്തികളുടെയും എല്ലാം പേരായിട്ട് പെരഗ്രിനാന്തസ് ഇൻ സ്പേം എന്ന വാക്ക്, പ്രത്യാശയുടെ വഴിയിൽ ആയിരിക്കണം നമ്മൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം പ്രത്യാശ ഉണ്ടാകേണ്ടത് നമ്മുടെ യുവജനങ്ങൾക്ക് തന്നെയാണ്. റോമാക്കാർക്കുള്ള ലേഖനത്തിലെ 5-ാം അധ്യായം 5-ാം വാക്യമാണ് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യാശ നമ്മളെ
നിരാശരാക്കുന്നില്ല എന്ന്. ദൈവമഹത്വത്തിൽ പങ്കുചേരുമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. എന്തെന്നാൽ കഷ്ടത സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രത്യാശയുടെ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പൂർവികർ നമ്മുടെ രൂപതയ്ക്ക് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ അത്ഭുതകരമാണ്. എത്രയോ വട്ടം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ രൂപത പ്രത്യാശയിലാണ് തുടങ്ങുന്നത്. വൈപ്പിൻ അവർ ലേഡി ഓഫ് ഹോപ്പ്, പ്രത്യാശാ മാതാവിൻ്റെ പുഴ കടന്ന് വരുമ്പോൾ കുരിശ് രക്ഷയുടെ ചിഹ്നമെന്നതുപോലെ തന്നെ പ്രശ്നസങ്കീർണമായ കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ള ഓർമ്മ അതങ്ങ് നോക്കി ചെന്ന് തെക്കേ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അസംഷൻ ചർച്ച് ഉത്ഥാനത്തിൻ്റെ ഓർമ്മയുണർത്തുന്ന പൂങ്കാവിൽ നമ്മളെത്തും. ഇത്ര മനോഹരമായിട്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നുവെന്നത് നമ്മളെപ്പോഴും ഓർക്കാവുന്നതാണ്. ഓർത്ത് ആ ദൈവത്തിൻ്റെ പ്ലാന് ഉൾക്കൊള്ളേണ്ടതുമാണ്. ബസിലിക്കയിലെ ദൈവജനത്തിൻ്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ജൂബിലി വർഷം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ബസിലിക്ക മുതൽ പൂങ്കാവ് വരെയുള്ള പ്രത്യേക ആ ജൂബിലി വർഷത്തിലേക്ക് ആ ജൂബിലിയുടെ തുറന്ന വാതിലുകളുള്ള തീർത്ഥാടന കേന്ദ്രത്തിന് ഒരുക്കിയിരിക്കുന്ന പള്ളികളുടെ വിവരവും നമ്മൾ തീരുമാനിച്ച് അറിയിച്ചിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ വിചാരം. നമ്മൾ ഓർക്കുമ്പോൾ ഈ വളരെ മനോഹരമായ അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്? ഇവിടെ ഈ കൺവെൻഷൻ ഹാളിൽ ഇരിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വിചാരമാണ് ട്രാൻസ്ഫർമേഷൻ, ആ മഹത്വീകരണം, മലമുകളിലുള്ള മഹത്വീകരണത്തിൻ്റെ നേരത്ത് പത്രോസ് യേശുവിനോട് പറയുന്നത്, ഇവിടെ ആയിരിക്കുന്നത് നന്ന്, നമുക്കിവിടെ 3 കൂടാരങ്ങളുണ്ടാക്കാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്, പിന്നെ ഒന്ന് നിനക്ക്. ഇവർക്ക് എവിടെയെങ്കിലും താമസിക്കാൻ കൂടാരമൊന്നും വേണ്ടേ എന്നവർ ചിന്തിച്ചില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവരുടെ മനോഭാവം യേശു എവിടെയുണ്ടോ അവിടെ ഞങ്ങളും ഉണ്ടാകും, ഞാനും ഉണ്ടാകും. പത്രോസിൻ്റെ വിചാരം അതാണ്. അപ്പം അവർ പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്നത് നന്ന്. ആ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശു അവരെ അവിടെ നിർത്തിയില്ല. അവരെ അവിശ്വാസത്തിൻ്റെ താഴ്വാരത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. അപ്പം ഇവിടെ നമ്മുടെ വചനപ്രഘോഷകൻ്റെ വാളമ്മനാലച്ഛൻ്റെയും ടീമിൻ്റെയും ആ ഒരു വചനവിചിന്തനങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം കൂടി ആകുമ്പോൾ വചനവിസ്മയത്തിലാകുന്ന നമ്മൾ ചിന്തിച്ചു പോകാം, ഇവിടെയായിരിക്കുന്നത് നന്ന്. അത് പാടില്ല എന്നതാണ്. നാളെ നമ്മൾ വേറൊരു രീതിയിലേക്ക് ചിന്തിച്ച് പോകണം എന്നതാണ്. ഈ സായാഹ്ന വിചിന്തനങ്ങളെല്ലാം കഴിഞ്ഞ്
ആ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രലോഭനങ്ങളുടെ ലോകത്തിലേക്കാണ് പോകേണ്ടി വരുന്നത്. അവിടെയാണ് വചനം നമ്മൾ മാംസമാക്കേണ്ടത്. വചനത്തിൻ്റെ ആൾരൂപമായിട്ട് നമ്മൾ തീരേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് കുർബാനയുടെ നേരത്ത് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈത്തെ മീസ എസ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാള വിവർത്തനം ഒട്ടും ചേരുന്നില്ല. ഈത്തെ കഴിഞ്ഞിട്ട് ആണ് മീസ എസ്ത് എന്ന് പറഞ്ഞാൽ പോകുവിൻ എന്നതാണ് ഈത്തെ എന്ന് പറഞ്ഞാൽ. ഇവിടെ ചടഞ്ഞിരിക്കാനല്ല, നിങ്ങൾ പോവേണ്ടവരാണ്. കോൾഡ്, ക്ലെൻസ്ഡ് ആൻഡ് കമ്മീഷൻഡ്, ഇതാണ് ശിഷ്യത്വത്തിൻ്റെ നാൾ വഴി. വിളിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, ഇനി ദൗത്യവാഹകരായിട്ട് അതിർത്തികളിലേക്ക് വചനത്തിൻ്റെ സുവിശേഷവുമായിട്ട് ഇറങ്ങുക എന്നതാണ് ശിഷ്യത്വത്തിൻ്റെ കാതൽ എന്നറിയുക. കുരിശിൻ്റെ സുവിശേഷം ജീവിക്കാനായിട്ടാണ് നമ്മൾ, എല്ലാം ഉപേക്ഷിക്കാനായിട്ട്. എന്നാൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകും. ഓർക്കുക നമ്മുടെ പൂർവികരുടെ ആ യാത്രയുടെ കാര്യം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം ദിവസം അവരും അടുത്തു പിറുപിറുപ്പ് തുടങ്ങി. നമുക്ക് തിരിച്ചു പോകാമെന്നാണ് അവർ തീരുമാനിക്കുന്നത്, മുന്നോട്ട് പോകാനല്ല. ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാകുവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നാണ് അവർ ചിന്തിക്കുന്നത്. പുറപ്പാട് 16-ാം അധ്യായത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാണ് പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോഴാണ് അവർക്ക് മന്നായും പിന്നെ കാടപ്പക്ഷിയുമൊക്കെ കൊടുക്കുന്നത്. അവർക്കതൊട്ടും പിടിച്ചുമില്ല. കാരണം എന്താണ്? ഈ റേഷൻ സമ്പ്രദായത്തിലാണ് കൊടുക്കുന്നത്, ഓരോ ദിവസത്തേക്കുമുള്ളത്. അങ്ങനെ റേഷൻ വാങ്ങാൻ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇനി കാനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും 12 പേര് വിടുന്നുണ്ട്. അവർ അതെല്ലാം കണ്ട് തിരിച്ചു വരുന്നു. ഈ 12 ഗോത്രത്തലവന്മാർ വന്നപ്പോൾ അവർ ഒരു തെളിവിനായിട്ട് എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കമ്പ് ഉലയോടെ മുറിച്ചെടുത്ത് 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടുവന്നു. മാതളവും അത്തിപ്പഴവും എല്ലാം അവർ കൊണ്ടുവന്നു. ഒരു മുന്തിരിക്കൊല 2 പേര് ചുമന്നുകൊണ്ടുവന്നു വരുമ്പോൾ വെറും തള്ളാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത്ര വലുതായിരുന്നുവെന്ന് കാണിക്കാനാണ്. ഇതൊക്കെ വെച്ചിട്ട് അവർ പറയുന്ന ചില കാര്യമുണ്ട്. നീ പറഞ്ഞതുപോലെ തന്നെ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ തേനും പാലും ഒഴുകുന്ന നാട് തന്നെയാണത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വിശാലമായ കോട്ടകളാൽ ചുറ്റപ്പെട്ടതാണ്. അവിടെ കണ്ട ജനങ്ങൾ മല്ലന്മാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിനേക്കാൾ ഭയങ്കരമായ ഒരറിവും അവർ കൊടുക്കുന്നുണ്ട്. എന്താണ്? അവർക്കും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തോന്നിക്കാണും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ കാലേബും ജോഷുവയും അവർക്ക് വേറൊരു ചൈതന്യമാണ്. അവർ പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ്, നമ്മളത് നേടിയെടുക്കും എന്നാണ്. അപ്പോൾ ഇവരെ 2 പേരെയും തട്ടിയിട്ട് പുതിയ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് തിരിച്ചു പോകുന്നതിനാണ് ജനം വിചാരിക്കുന്നത്.
അതുവരെയുള്ള ഒരു വചനവും അവർക്ക് കൂട്ടായിട്ട് വന്നില്ല. അപ്പോഴോ അതാണ് ജീവിതം. എന്നാൽ നമുക്ക് ഉറപ്പുണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്നത് അപ്പോൾ നമ്മൾ നേർക്കുനേർ കാണും എന്നുള്ള പ്രതീക്ഷയാണ്. ഏത് ബുദ്ധിമുട്ടുകളുടെ നേരത്തും പിടിച്ചു നിൽക്കാനുള്ള വചനം അതാണ്. കണ്ണാടിയിലൂടെ പ്രതിഫലനം കാണുന്നു എന്നാൽ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നേർക്കുനേർ കാണാനായിട്ട്. ആദ്യത്തെ രക്തസാക്ഷി സ്റ്റെഫാനോസ് നേർക്കുനേർ കണ്ടു. അതുകൊണ്ടാണ് ഒരു വേദനയുമില്ലാതെ അദ്ദേഹം ആരെയും ശപിക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? ദൈവപുത്രൻ അവിടെ ഇരിക്കുന്നതും മാലാഖമാർ ഇടതും വലതുമൊക്കെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ പദചലനങ്ങൾക്ക് പ്രത്യാശയുടെ ഒരു ഉൾത്തുടിപ്പുണ്ടാകണം, ഒരു കുതിപ്പുണ്ടാകണം. പ്രത്യാശയാണ് ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദയാസ്തമയങ്ങളുണ്ടാകും, പക്ഷെ എങ്കിലും നമ്മൾ എല്ലാം ഉദയവും അസ്തമയവും കാണാനായിട്ട് നമ്മളെവിടെ പോകണം? കന്യാകുമാരിയിൽ പോയാൽ ഉദയവും അസ്തമയവും കാണാം. പക്ഷെ നമ്മളിവിടെ അസ്തമയം നമുക്ക് നേരെ മുറിയിലിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. പ്രഭാതവും ഇതൊക്കെ ആവർത്തനങ്ങളായിട്ട് വന്നാലും നമ്മൾ രാവിലെ പുതിയ ദിവസത്തിലേക്ക് പുതിയ പ്രതീക്ഷയുമായിട്ട് എഴുന്നേൽക്കുമെന്നതാവണം നമ്മുടെ ആ ജീവിതത്തിൻ്റെ വിചാരം. ഇതുകൊണ്ടാണ് ജൂബിലി, പ്രത്യാശയുടെ ജൂബിലി എന്ന് മാർപ്പാപ്പ വിളിച്ചത്. തൻ്റെ ആത്മകഥയുടെ പേര് ഹോപ്പ്, പ്രത്യാശ എന്ന് അദ്ദേഹം അതിന് അങ്ങനെ വിളിച്ചതും. പിന്നെ സുവിശേഷം പറഞ്ഞു തരുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഭാവി ഉണ്ടാകണമോ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാവി ഉണ്ടാക്കിക്കൊടുക്കണം. ഭാവിയില്ലാത്ത, പ്രത്യാശയില്ലാത്ത മനുഷ്യർക്ക് ഭാവിയും പ്രത്യാശയുമൊക്കെ ജീവിതത്തെക്കുറിച്ച് നൽകുമ്പോഴാണ് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധി അക്കാര്യമാണ് പറഞ്ഞു തരുന്നത്. വിശന്ന് മരിക്കുന്നവന്, ഇടപാടമില്ലാത്തവന്, ദാഹിക്കുന്നവന് അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവനും കൂടി ജീവിതമുണ്ടാകുമ്പോൾ, ഭാവി ഉണ്ടാകുമ്പോൾ, ജീവനുണ്ടാകുമ്പോൾ നമുക്കുമുണ്ടാകും ഭാവി ജീവന്. നമുക്കൊറ്റക്കൊറ്റക്ക് ഒരു ഭാവിയുമില്ല. കൂടെ അനേകരുണ്ടാകുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്ന്. ഇപ്പോൾ വർത്തമാനകാല പ്രശ്നങ്ങൾ, വിഷമതകൾ, ആവശ്യങ്ങൾ, പ്രതിബന്ധങ്ങൾ, അവയിലൊക്കെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ക്രിയാത്മകമായിട്ട് ഇടപെടുകയും ഒരു പരിഹാരമായിട്ട് നമ്മൾ അവതരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്രത്യാശയുള്ള ജീവൻ്റെ ഒരു ലോകം ഈ കാലത്തും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മദർ തെരേസ ഒരു മാനസാന്തരപ്പെടുത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. വിശക്കുന്നവനെയും ദാഹിക്കുന്നവനെയും ഒക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ അടുത്ത് മീൻ ചോദിച്ചു വരുന്നവന് മീൻ കൊടുക്കാൻ നിൽക്കരുത്, അവനെ മത്സ്യം പിടിക്കുന്ന കാര്യം പഠിപ്പിച്ചു കൊടുത്തു വിടണം, അല്ലെങ്കിൽ നാളെയും അവൻ മീനും ചോദിച്ചും കൊണ്ട് വരും എന്ന്. അതൊരു ഡെവലപ്മെൻ്റൽ തിയറിയാണ്, വികസനത്തിൻ്റെ ഒരു തിയറി. പക്ഷേ അതിനേക്കാൾ ജ്ഞാനം മദർ തെരേസയ്ക്കുണ്ടായിരുന്നു. നാളെ ഈ വിദ്യ പഠിക്കാനായിട്ട് ഞാൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഞാനിന്ന് വീണ് മരിക്കാതിരിക്കണമെങ്കിൽ ഇന്നത്തേക്ക് എനിക്ക് ആ മീൻ കൊടുക്കാനായിട്ട്, ദാഹം തീർക്കാനായിട്ട്
കടമയുണ്ട് എന്നതാണ്. ഇന്ന് എന്നത് അനേകർക്ക് ഭീഷണിയായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാളത്തെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ അവകാശമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പാപമാണ്. അത് ഓർത്തുകൊണ്ട് ഭാവി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും ആവശ്യം ആർക്കാണോ അങ്ങനെ ഒരു പ്രത്യാശയില്ലാത്തത് അവർക്ക് ആദ്യം കൊടുത്തിട്ട് നമ്മുടെ കാര്യം. സരപ്തായിലെ വിധവ അന്ത്യത്താഴത്തിന് മകനുമായിട്ട് അന്ത്യത്താഴം കഴിച്ച് മരിക്കാൻ പ്ലാനിട്ടിട്ട് വിറക് പെറുക്കാൻ വരുമ്പോൾ എലീശ അവിടെ വന്നിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് ഒരു അപ്പം ഉണ്ടാക്കിത്തരിക. എങ്ങനെയുണ്ട്? എന്നാൽ ആ വിധവ പോയിട്ട് അതപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. അപ്പോഴവളോട് പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നീ നിൻ്റെ കാര്യവും മകൻ്റെ കാര്യവും നോക്കിയാൽ മതി. പറയുന്നത് കലത്തിലെ മാവ് തീർന്നില്ല, കുടത്തിലെ എണ്ണ വറ്റിയതുമില്ല എന്ന്. നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടി നല്ല ഒരു ലോകത്തിൽ ഭീതി കുറഞ്ഞ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്കെപ്പോഴും ഉൾഭയം കൃത്യമായിട്ടും ഉണ്ടാകുകയും ചെയ്യും. അന്യനെ കരുതുകയും അവന് കാവലാവുകയും കരുതലാവുകയും ഒക്കെ ചെയ്യാനായിട്ടാണ് പ്രത്യാശ നമ്മോട് ആവശ്യപ്പെടുന്നത്. പോവുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പറയാനായിട്ട്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനെ നരകിപ്പിക്കാനായിട്ട് നമുക്ക് പാടില്ല. ഇവിടെ സ്വർഗത്തിൽ ജീവിക്കാൻ തുടങ്ങിയാലേ നമുക്ക് വരാനിരിക്കുന്ന ലോകത്തിലും സ്വർഗമുണ്ടാകൂ. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് മനസ്സിലാക്കുക. യുവാക്കൾ, നേരത്തെ പറഞ്ഞു, യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ കാലം ഭാവി ഉള്ളത് എന്ന്. കൂടുതൽ കാലം നമ്മുടെ ഭാവിയാണ് നമ്മുടെ മക്കൾ. അവർ ആ രീതിയിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആണോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമല്ല. ഇപ്പോൾ മക്കൾക്ക് അങ്ങനെ ഒരു ഭാവി ആ രീതിയിൽ വരും എന്ന് കരുതാൻ ഒരു മാർഗവുമില്ല. അപ്പനെ അമ്മേനെയൊക്കെ കഷണമാക്കി കളയാനായിട്ട് ഒരു മടിയുമില്ലാത്ത കഥകളാണ് ഓരോ ദിവസവും നമുക്ക് കേൾക്കുന്നത്. ഞാൻ തീർത്ത് കളയുന്നിന് എന്ന് പറയാൻ 15 16 വയസ്സുള്ളവൻ ഒരു മടിയുമില്ല. അങ്ങ് തീർത്ത് പോയാൽ നീ നിൻ്റെ അയൽക്കാരന് കാവൽക്കാരനായാൽ നിൻ്റെ കാര്യം അവനും നോക്കും. ആ ഒരു വട്ടത്തിൽ, സ്നേഹത്തിൻ്റെ വലയത്തിൽ ജീവിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഭാവി എന്ന് പറയുന്നത് നാളെ ഉണ്ടാകാനുള്ള കാര്യമല്ല. ഭാവി ഇന്നേ തുടങ്ങിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന ഭാവിയിലാണ് നമ്മുടെ യുവാക്കൾ ജീവിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണം. അപ്പോൾ അതല്ലെങ്കിൽ ഇന്നത്തെ ആകെ കൂടി ലോകം ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന്. അറിയാമല്ലോ, ഇന്ന് മാർക്കറ്റിൽ ഉള്ള എല്ലാ വസ്തുക്കളും തന്നെ യുവത്വം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനുള്ള മരുന്നുകളും കാര്യങ്ങളുമൊക്കെയാണ്. വയസ്സ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളെ മാർക്കറ്റിലുള്ളൂ. അതുകൊണ്ട് അതാരാ വാങ്ങിക്കുന്നത്? ചെറുപ്പക്കാർക്കതൊന്നും ആവശ്യമൊന്നുമില്ല. അവരാകെ എന്താ ചെയ്യുന്നത്? മുഴുവനും കീറിയിരിക്കുന്ന പാൻറ്റോ അല്ലെങ്കിൽ ഇറക്കമില്ലാത്ത ഉടുപ്പോ ഒക്കെ അത് മതി അവർക്ക്.
എന്നാൽ ഒരു 10-40 വയസ്സാകുമ്പോഴാണ് ആകുലതയോടുകൂടി ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം യുവത്വം നഷ്ടപ്പെടാതിരിക്കാനായിട്ട്, വയസ്സന്മാരാകാതിരിക്കാനായിട്ട്, വയസ്സുകളാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും കഴിക്കുന്നത്. അപ്പം ആകെ കൂടി യുവത്വം മതി ലോകത്തിന് എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ പ്രായത്തിലും എല്ലാവർക്കും ഇടമുള്ള ഒരു ലോകം നമുക്ക് വേണ്ടേ എന്ന്, അതിന് വീടുകളിൽ തന്നെ അതിന് ഒരു രീതി ശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കേണ്ടതല്ലേ? നമ്മുടെ മക്കളെ ആ രീതിയിൽ പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? പിന്നെ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഒന്ന് എറണാകുളത്തേക്കൊന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പരസ്യം എന്തിനാണെന്നറിയാമോ? ശ്രവണ സഹായിയുടെ പരസ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ചെവി കേൾക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്ന ഇത്രയും പേര് വാങ്ങുന്നതിന് കാരണം എന്താണ്? ചെറുപ്പത്തിൽ തന്നെ നമ്മിൽ അനേകർക്ക് പൊട്ട് ആയിട്ടുണ്ട്. കാരണം എന്താണ്? ഏത് നേരവും ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പാട്ടും കേട്ടിങ്ങനെ നടന്നു കഴിയുമ്പോൾ ഒരു ചെവിക്ക് സഹിക്കാവുന്നതിൻ്റെ മാക്സിമം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കേൾവിയൊന്നും ഇല്ല. അപ്പോൾ അത് പ്രായമുള്ളവർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കാണ് ഇപ്പോൾ കേൾവി കുറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു കാര്യം, ഇങ്ങനെ ബഹളത്തിൻ്റെ ഒച്ചയുടെ ലോകത്താണ് ജീവിക്കുന്നത് മനുഷ്യർ. മുറിയിലേക്ക് കയറിയാൽ ഉടനെ തന്നെ പേടിയാണ്. അപ്പോൾ ഉടനെ ടി വിയോ സ്വരമോ എന്തെങ്കിലും വെച്ചിട്ട് സ്വരമില്ലേ കാര്യം തീർന്നു. അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട ഒരു കാര്യം മൗനമായിരിക്കാനായിട്ട് കുറച്ച് നേരം പരിശീലനം, യുവാക്കളും മുതിർന്നവരും എല്ലാവർക്കും അത്യാവശ്യം വേണ്ടത് മൗനമായിരിക്കാനായിട്ട് കുറച്ച് നേരം. ആ മൗനമായിട്ടിരിക്കുമ്പോഴാണ് നമ്മളെ തന്നെ കണ്ടെത്തുന്നതും മറ്റു മനുഷ്യരെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നതുമൊക്കെ ആ മൗനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും അത് അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ നമ്മളെ തന്നെ തിരിച്ചറിയില്ല. സങ്കീർത്തനത്തിൽ പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു, എൻ്റെ പ്രാണനെ അവിടുന്ന് തണുപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത്, വെള്ളത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ്, പ്രശാന്തമായ ഒഴുക്കില്ലാത്ത വെള്ളത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. കാരണം നമ്മുടെ പ്രതിഫലനം അവിടെ കാണും. അപ്പം നമ്മൾ വ്യത്യസ്തനായ ഒരാളാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ മറ്റു മനുഷ്യരും ഏതാണ്ട് നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്നല്ലോ എന്നൊരു കാര്യവും നമ്മളവിടെ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് കുളിർമയുണ്ടാകുന്നത്, പ്രാണന് തണുപ്പുണ്ടാകുന്നത്. ആ ഒരു രീതിയിൽ മൗനത്തിൻ്റെ പ്രശാന്തത അതൊന്ന് അനുഭവിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മളൊന്നുമാകില്ല, ബഹളത്തിലായിട്ട് ബഹളം വയ്ക്കുന്നവരായിട്ട് മാത്രം തീരും. ഈ ഒരു രീതിയിൽ നമുക്ക് ജീവിച്ചുകൊണ്ട് നമ്മുടെ ഭാവി ദൈവം പറഞ്ഞു തരുന്നത് എന്താണോ അതിനനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരിടമാകട്ടെ. പോവുക എന്താണെന്നിട്ട് ദൈവം രക്ഷയാകുന്നുവെന്നുള്ള സുവിശേഷം മനുഷ്യരെ അറിയിക്കാനായിട്ട് സന്തോഷത്തോടു കൂടെ നമുക്ക് ഇവിടെ നിന്നിറങ്ങാം. ആമേൻ.